ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CCNA ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലെയർ 4 പ്രോട്ടോക്കോളിനെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. ആ ലെയർ 4 പ്രോട്ടോക്കോളിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പോർട്ട് നമ്പറും അതുപോലെ തന്നെ 3 വേ ഹാൻഡ് ഷേക്ക് എന്നുള്ള രണ്ട് കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളതും അതിൻ്റെ ക്ലാസ്സുകൾ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോർട്ട് നമ്പറിനെ കുറിച്ചാണ്. എന്താണ് പോർട്ട് നമ്പർ? ഈ പോർട്ട് നമ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഈ പോർട്ട് നമ്പറിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ പോർട്ട് നമ്പർ എന്ന് പറയുന്ന ക്ലാസ്സിന് ശേഷമായിരിക്കും ഞാൻ 3 വേ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മുടെ TCPയിൽ UDPയിലല്ല TCPയിൽ വരുന്നൊരു ടോപ്പിക് ഉണ്ട്. അതുകൂടി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കവർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇങ്ങനെ ചെറിയ ചെറിയ ലെങ്ത്ത് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞിരുന്നു. വലിയ ലെങ്ത്ത് എടുക്കുമ്പോൾ അത് റെൻഡർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോൺഫിഗറേഷൻ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന കമ്പ്യൂട്ടറിന് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാം എന്ന് തീരുമാനിച്ചത്. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ ഡെയിലിയോ അല്ലെങ്കിൽ ഒന്നരാട ദിവസങ്ങൾ ഇടവിട്ടിട്ടൊക്കെ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സെർവറിൻ്റെ ക്ലാസ്സും നമ്മുടെ ചാനലിൽ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ സെർവറിൻ്റെ ക്ലാസ് റൺ ആവുന്നുണ്ട്. അപ്പോൾ ഇത് പഠിക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ അത് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ക്ലൗഡ് തുടങ്ങുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ക്ലൗഡ് അസ്യൂറും തുടങ്ങുന്നുണ്ട്, അതേപോലെ തന്നെ AWSഉം തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഉടൻ തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും CCNA അതേപോലെ തന്നെ സെർവർ കോഴ്സൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ ഒരു ചാനലൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വരും ക്ലാസ്സുകളിൽ പുതിയ പുതിയ കോഴ്സുകൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക. നിങ്ങൾ കമൻ്റായിട്ട് എഴുതുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് കേൾക്കുന്ന ബാക്കിയുള്ളവർക്ക് കൂടി അവരെന്തായാലും ആ കമൻറ്റ് സെക്ഷൻ പോയി നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവർക്കുണ്ടാവുന്ന അതേ ഡൗട്ട് നിങ്ങൾ ഓൾറെഡി ചോദിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് കൂടി അത് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മറ്റ് വീഡിയോകളിലൊക്കെ ഞാൻ എൻ്റെ നമ്പറുകളും എൻ്റെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സംശയങ്ങളും അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. പോർട്ട് നമ്പർ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പോർട്ട് നമ്പർ? പോർട്ട് നമ്പർ എന്നത് നമ്മുടെ ലെയർ 4 ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ലെയറിൽ ഉപയോഗിക്കുന്ന ഒരു 16 ബിറ്റ് ലോജിക്കൽ നമ്പറാണ്. അതിനെയാണ് നമ്മൾ പോർട്ട് നമ്പർ എന്ന് വിളിക്കുക. ഒരു കമ്പ്യൂട്ടറിൽ ഒരേ സമയത്ത് പല ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സർവീസുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ സർവർ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മുടെ അല്ലെങ്കിൽ സെർവർ എന്ന് പറയുന്ന കോഴ്സ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരു വെബ് സെർവർ ഉണ്ടെന്ന് വെക്കുക. ഇപ്പോൾ വെബ് സെർവർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ കമ്പനിയിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ വെബ് സെർവർ എന്ന് വിളിക്കുക. നമ്മുടെ കമ്പനിയിൽ ഒരു ഫയൽ സെർവർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ ആവശ്യമായിട്ടുള്ള ഫയലുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫയൽ സെർവറിലായിരിക്കും. അപ്പോൾ ഈ രണ്ട് സർവീസുകളും, ഒന്ന് ഫയൽ എന്ന് പറയുന്ന ആ ഒരു സർവീസും രണ്ടാമത്തത് വെബ്സൈറ്റ് എന്ന് പറയുന്ന ആ ഒരു രണ്ട് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ രണ്ട് സർവീസുകൾ ഒരു സെർവറിലായിരിക്കും വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ ആ ഒരു സെർവറാണുള്ളത്. ആ ഒരു സെർവറിൽ വെബ് സെർവറും ഉണ്ട്, അതുപോലെ തന്നെ ഫയൽ സെർവറും ഉണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിസ്റ്റങ്ങൾക്ക് ഇപ്പോൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ചില സിസ്റ്റങ്ങൾ ചിലപ്പോൾ വെബ്സൈറ്റ് അന്വേഷിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും, വെബ്സൈറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കാരണം ആ ഒരു സിസ്റ്റം വെബ് സെർവർ ആണല്ലോ. വേറെ ഏതെങ്കിലും സിസ്റ്റങ്ങൾ ചിലപ്പോൾ ഫയലുകൾ ആക്സസ് ചെയ്യാനായിരിക്കും വന്നിട്ടുണ്ടാവുക, അല്ലേ? ആ സമയത്ത് എന്ത് ചെയ്യും? അപ്പോൾ ഇത് ഏതിലോട്ടാണ് തിരിച്ചറിയണം, അല്ലേ? ആ ഒരു വന്നിരിക്കുന്നത് അവിടെ നിന്ന് സഞ്ചരിച്ച് ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ആവശ്യം എന്താ? വെബ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണോ അതോ ഫയൽ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണോ എന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള സർവീസ് അല്ലേ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനികളിൽ
കമ്പ്യൂട്ടറുകളിൽ പല ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സർവീസുകളൊക്കെ ഒരേ സമയം പ്രവർത്തിക്കുമ്പോൾ ആ വന്ന ഡാറ്റ അല്ലെങ്കിൽ വന്ന ആ ഒരു കാര്യം, ഒരു സിസ്റ്റത്തിൽ നിന്ന് വന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഏതിലോട്ടാണ് എന്ന് തിരിച്ചറിയാനാണ് പോർട്ട് നമ്പർ സഹായിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് 192.168.1.10 ആണെന്ന് വിചാരിക്കുക. ഈ ഒരു കമ്പ്യൂട്ടറിൽ ഒരേ സമയത്ത് 4 സർവീസ് റൺ ആവുന്നുണ്ട്. ഒന്ന് വെബ് സെർവർ, ഒന്ന് ഇമെയിൽ എന്ന് പറയുന്ന SMTP എന്ന് പറയുന്ന സർവീസ്, വെബ് ബ്രൗസറിൻ്റെ ഒക്കെ HTTP സൈറ്റ്, അങ്ങനെ സൈറ്റുകളുടെ പ്രോട്ടോകോൾ അതാണ്. അതുപോലെ DNS എന്ന് പറയുന്നൊരു സർവീസ് അതിൽ റൺ ആവുന്നുണ്ട്. SSH എന്ന് പറയുന്നൊരു സർവീസ്, സെക്യൂർ ഷെൽ എന്ന് പറയുന്ന സർവീസ് റൺ ആവുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എല്ലാ ഡാറ്റയും ഒരേ IP അഡ്രസ്സിലോട്ടാണ് വരിക. കാരണം ആ സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സ് 192.168.1.10 ആണ്. അപ്പോൾ എല്ലാ ഡാറ്റയും ആ ഒറ്റ ഇതിലോട്ടാണ് വരിക. അപ്പോൾ ഏത് ആപ്ലിക്കേഷനിലോട്ടാണ് ആ ഡാറ്റ വരുന്നത് എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ വരുന്ന ആ ഒരു എൻക്വയറി ഉണ്ടല്ലോ, അതിൻ്റെ ഒപ്പം ഓരോ സർവീസുകൾക്കും ഓരോ നമ്പർ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ സർവീസുകൾക്കും നമ്മൾ നമ്പർ കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ വെബ് സെർവർ ഉണ്ട്, ഇമെയിൽ സെർവർ ഉണ്ട്, DNS സെർവർ ഉണ്ട്, SSH സെർവർ ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ ഓരോ നമ്പറുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ വന്ന ഡാറ്റ ഏതിലോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലേ? അതിനാണ് നമ്മൾ പോർട്ട് നമ്പർ കൊടുക്കുക. അപ്പോൾ IP അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഏത് കമ്പ്യൂട്ടറിലോട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പോർട്ട് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ആ കമ്പ്യൂട്ടറിലെ ഏത് ആപ്ലിക്കേഷനിലോട്ടാണ് അല്ലെങ്കിൽ ഏത് സർവറിലോട്ടാണ്, ഏത് സർവീസിലോട്ടാണ് ഈ ഒരു കാര്യം പോകേണ്ടത് എന്നുള്ളത് നോക്കാനാണ് പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, പോർട്ട് നമ്പർ എന്താണ് എന്നുള്ളത്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓരോ സർവീസുകൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് സർവീസുകളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, സെർവറിൽ റൺ ആവുന്നതാണ് സർവീസുകൾ, അല്ലേ? അതിൽ പെർമനൻ്റ് ആയിട്ട് പോർട്ട് നമ്പർ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ട് നമ്പറാണ്. ഇപ്പോൾ നമ്മുടെ കമ്പനി ഒരു ഫയൽ സെർവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ FTP സെർവർ ഉണ്ട്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ റൺ ചെയ്യുന്ന FTP സെർവർ ഉണ്ടെങ്കിൽ അതിൻ്റെ പോർട്ട് നമ്പർ പെർമനൻ്റാണ്. അപ്പോൾ അതിലോട്ടാണ് അത്. ഇപ്പം എൻ്റെ ഉദാഹരണമായിട്ട് എൻ്റെ കമ്പനിയിൽ HTTPയും അതേപോലെ FTP സർവീസും, ഈ 2 സർവീസുകൾ റൺ ചെയ്യുന്നത് ഒറ്റ സെർവറിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലോട്ടൊരു ഡാറ്റ വരുമ്പോൾ IP അഡ്രസ്സിൻ്റെ കൂടെ ഈ പോർട്ട് നമ്പർ ഉണ്ടാവും. അപ്പോൾ പോർട്ട് നമ്പർ 80 എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വെബിന് ആക്സസ് ചെയ്യാൻ വന്ന ഡാറ്റയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 2021 അത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളാണ്, ഫയലിന് ആക്സസ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ IP അഡ്രസ്സിൻ്റെ കൂടെ എന്ത് കൂടി വരും? പോർട്ട് നമ്പർ കൂടി വരും. അപ്പോൾ ഓരോ സർവീസുകൾക്കും പെർമനൻ്റ് ആയിട്ടുള്ള പോർട്ട് നമ്പർ ഉണ്ട്. ഇപ്പോൾ സെക്യൂർ ഷെൽ SSH എന്ന് പറയുന്ന സർവീസിന് പോർട്ട് നമ്പർ 22 ആണ്. ടെൽനെറ്റ് റിമോട്ട്ലി ആക്സസ് ചെയ്യാനാണ്. ഈ ഒരു പ്രോട്ടോകോളുകളെ കുറിച്ച് പറയില്ലേ, FTP, SSH, ടെൽനെറ്റ്, SMTP, DNS, ഇതൊക്കെ ഇല്ലേ? ഇതൊന്നും നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മൾ CCNAയിൽ ഓരോ സർവീസുകളിൽ പഠിക്കുന്നതാണ്. ടെൽനെറ്റും SSHും FTPയും DNS ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ടെൽനെറ്റ് എന്ന് പറയുന്ന സർവീസിൻ്റെ പോർട്ട് നമ്പർ 23 ആണ്. SNTPയുടെ മെയിൽ ട്രാൻസ്ഫർ, മെയിലിൻ്റെ പ്രോട്ടോകോൾ ആണെങ്കിൽ 25 ആണ്. ഡൊമൈൻ നെയിം സർവീസിൻ്റെ DNSൻ്റെ 53 ആണ്. HTTP വെബ്സൈറ്റുകളുടെ 80 ആണ്. POP3 അതിൻ്റെ 110 ആണ്. IMAP 143 ആണ്. HTTPS വെബ്സൈറ്റാണ്, വെബ് ബ്രൗസറുകളാണ്, 443 ആണ്. റിമോട്ട് ഡെസ്ക്ടോപ്പ് പ്രോട്ടോകോൾ RDP 3389 ആണ്. ഇത് പെർമനൻറ്റ് പോർട്ട് നമ്പറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയണം. ഇപ്പം ഞാനൊരു ഉദാഹരണമായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുള്ളത് ഞാനൊരു ഉദാഹരണം വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ TCPയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ TCPയിൽ പ്രധാനമായിട്ടും 2 പോർട്ട് നമ്പറാണുള്ളത്. ഓക്കെ, പ്രധാനപ്പെട്ട 2 പോർട്ട് നമ്പറുകളാണുള്ളത്. ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ ഒരു സിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ ഒരു സർവീസുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഉദാഹരണമായിട്ട് ഇതൊരു PC ആണ്, ഇത് വേറൊരു PC ആണ്. ഇതിൽ റൺ ആവുന്നത് HTTP എന്ന് പറയുന്ന ഒരു സർവീസ് റൺ ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഈ വെബ്സൈറ്റിനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ IP അഡ്രസ്സ് ഇപ്പോൾ ഉദാഹരണമായിട്ട് 192.168.10.1. ഇതിന് ഞാൻ 192.168.10.100 അല്ലേ? അപ്പോൾ
ഇവിടെ എന്തുണ്ടാവും? ഈ സോഴ്സ് ഇതുമാണ്, ഇത് സോഴ്സാണ്, ഇത് ഡെസ്റ്റിനേഷനാണ്. ഡെസ്റ്റിനേഷൻ എന്താ? എത്തിച്ചേരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ പോർട്ട് നമ്പർ 2 പോർട്ട് നമ്പർ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? എന്താണ്? ഒന്ന് സോഴ്സിന് ഒരു പോർട്ട് നമ്പർ ഉണ്ടാവും. സോഴ്സിന് ഒരു പോർട്ട് നമ്പർ ഉണ്ടാകും. അതേപോലെ ഡെസ്റ്റിനേഷന് ഒരു പോർട്ട് നമ്പർ ഉണ്ടാവും. ഡെസ്റ്റിനേഷന് പോർട്ട് നമ്പർ ഉണ്ടാവും. ഇങ്ങനെ 2 പോർട്ട് നമ്പർ ഉണ്ടാവും കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ. സോഴ്സിനും ഒരു പോർട്ട് നമ്പർ, ഡെസ്റ്റിനേഷനും ഒരു പോർട്ട് നമ്പർ ഉണ്ടാവും. അപ്പോൾ ഇവർ ഈ ഒരു വെബ്സൈറ്റിനല്ലേ ആക്സസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോഴ്സിന്റെ പോർട്ട് നമ്പർ ഞാൻ എഴുതുവാണ് 52,341. ഇത് ഞാൻ എങ്ങനെ എഴുതിയത്, എന്ത് നമ്പർ എടുക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് TCP വഴി നേരെ എന്ത് ചെയ്യുന്നു? ഡെസ്റ്റിനേഷനോട്ട് എത്തുന്നു. ഡെസ്റ്റിനേഷൻ അവിടെ HTTP ആണ് അല്ലേ? HTTPയുടെ പോർട്ട് നമ്പർ എത്രയാണ്? 80. അതിന് ഒരു പെർമനന്റ് പോർട്ട് നമ്പർ ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മളൊരു ബ്രൗസർ തുറക്കുകയാണ്. ബ്രൗസർ തുറന്നുകൊണ്ട് നമ്മൾ അതിൽ HTTP വെബ്സൈറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സോഴ്സിന് പോർട്ട് നമ്പർ ഉണ്ടാവുമെന്ന് പറഞ്ഞു. സോഴ്സിന് എന്തുണ്ട്? ഒരു IP അഡ്രസ്സും ഉണ്ട്. സോഴ്സ് ഒരു പോർട്ട് നമ്പറും എടുത്തു അല്ലേ? ഇവിടെ നമുക്ക് ഡെസ്റ്റിനേഷനിൽ ഒരു IP അഡ്രസ് ഉണ്ട്, ഡെസ്റ്റിനേഷനിൽ ഒരു പോർട്ട് നമ്പർ ഉണ്ട് 80 അല്ലേ? ഇവിടെ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? TCP എന്ന് പറയുന്ന പ്രോട്ടോകോളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സോഴ്സ് IP എന്ന് പറയുന്നത് ഇതാണ്. സോഴ്സ് IP എന്ന് പറഞ്ഞാൽ ഇനി എന്താണ്? റിക്വസ്റ്റ് അയക്കുന്ന കമ്പ്യൂട്ടർ. സോഴ്സിന്റെ പോർട്ട് നമ്പർ ഇതാണ്. ക്ലയന്റ് അപ്ലിക്കേഷന്റെ ഒരു ടെമ്പററി പോർട്ട് നമ്പറാ. എപ്പോഴും സോഴ്സിന്റെ പോർട്ട് നമ്പർ 52,341 അല്ല, അത് മാറിക്കൊണ്ടിരിക്കും. ഡെസ്റ്റിനേഷൻ നമ്മുടെ വെബ് ബ്രൗസർ ആണ്, HTTP സൈറ്റ് ആണ്. ഇതിന് പെർമനന്റ് പോർട്ട് നമ്പറാ. ഏതാണ്? 80 അല്ലെ? HTTP സർവീസിന്റെ ആണെങ്കിൽ പോർട്ട് നമ്പർ 80ഉം HTTPS ആണെങ്കിൽ 443 ആണ്. ഇപ്പം ഇറങ്ങുന്ന എല്ലാ വെബ്സൈറ്റുകളും HTTPS ആണ്. അപ്പോൾ ഈ പോർട്ട് നമ്പർ, ഇപ്പൊ ഇവിടെ ഒരു പോർട്ട് നമ്പർ എടുത്തു എന്ന് പറഞ്ഞു 52,341 അല്ലേ? ഇഷ്ടമുള്ളൊരു നമ്പർ എടുക്കുമല്ല. പോർട്ട് നമ്പറിന് ഒരു റേഞ്ച് ഉണ്ട്. പോർട്ട് നമ്പറിന്റെ റേഞ്ച് ഞാൻ പറഞ്ഞുതരാം. പോർട്ട് നമ്പറിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 65,300 65,300 അല്ല, 65,535 65,535 ഇതാണ് പോർട്ട് നമ്പർ ഉണ്ടാവുക. ഇതിൽ 0 മുതൽ 1023 വരെയുള്ള നമ്പറുകൾ, പോർട്ട് നമ്പറിനെ 0 മുതൽ 1023 വരെയുള്ള പോർട്ട് നമ്പറിനെ നമ്മൾ വെൽ നോൺ പോർട്ട് നമ്പർ എന്ന് വിളിക്കുക. വെൽ നോൺ പോർട്ട് നമ്പർ. ഈ വെൽ നോൺ പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? വെൽ നോൺ പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നെ ഉണ്ട്, വെൽ നോൺ പോർട്ട് നമ്പർ. ഓരോരോ സർവീസുകൾക്കായിട്ട് ഉപയോഗിക്കുന്ന നമ്പറിനെയാണ് നമ്മൾ വെൽ നോൺ പോർട്ട് നമ്പർ എന്ന് വിളിക്കുക. ഇപ്പം നമ്മളിവിടെ നോക്കിയേ, 80ന്റെ കാര്യം പറഞ്ഞു, 443 പറഞ്ഞു. ഇനി അപ്പുറത്ത് നമ്മൾ FTPയുടെ കാര്യം പറഞ്ഞിരുന്നു, 20ഉം 21ഉം. അതേപോലെ SNNPയുടെ കാര്യം പറഞ്ഞിരുന്നു. ഇങ്ങനെ ഈ ഒരു സർവീസുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോർട്ടുകളില്ലേ, ഈ പോർട്ട് നമ്പർ ആയിരിക്കും 0നും 1023നും ഇടയിലുള്ള നമ്പറുകളായിരിക്കും ഉണ്ടാവുക. അടുത്തൊരു റേഞ്ച് വരുന്നത് 1024നും 49,151നും ഇടയിൽ വരുന്ന നമ്പറുകൾ. അതിന് നമ്മൾ രജിസ്ട്രേഡ് പോർട്ട് എന്നാ വിളിക്കാം. രജിസ്ട്രേഡ് പോർട്ട്, രജിസ്റ്റേർഡ് പോർട്ട്സ്. ഓക്കെ, ഇത് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ സർവീസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അപ്ലിക്കേഷനുകളും അതുപോലെ തന്നെ സർവീസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോർട്ട് നമ്പർ ഇതായിരിക്കും. അപ്പോഴും നമ്മുടെ സിസ്റ്റം എടുക്കുന്ന പോർട്ട് നമ്പറിലോട്ട് എത്തിയിട്ടില്ല അല്ലെ? അടുത്ത പോർട്ട് നമ്പറാണ് ഡൈനാമിക് പോർട്ട് നമ്പർ. ഡൈനാമിക് പോർട്ട് ഡൈനാമിക് പോർട്ടിന്റെ റേഞ്ച് എത്രയാണ്? 49,152 മുതൽ 65,535 വരെ. 65,535 വരെയാണ്. ഇത് ക്ലൈന്റ് സൈഡ്. ഇപ്പൊ നമ്മളൊരു സിസ്റ്റം, ഒരു സോഴ്സ് ഡെസ്റ്റിനേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവർ റാൻഡം ആയിട്ട് എടുക്കുന്ന ഒരു നമ്പറാണിത്. ആ നമ്പർ ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു നമ്പർ ആയിരിക്കും ഓരോ വട്ടവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ഈ ഒരു സർവീസ് ക്ലോസ് ചെയ്തിട്ട്, ഈ ഒരു ബ്രൗസർ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ ആ സിസ്റ്റം ഇതേ പോർട്ട് നമ്പർ അല്ല ഉപയോഗിക്കുക. ഇതിന്റെ ഇടയിൽ വരുന്ന വേറെ ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള
പോർട്ട് നമ്പർ ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ IP അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ അഡ്രസ് ആണെങ്കിൽ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് എന്താ, ആ വീട്ടിലെ ഓരോ റൂമിന്റെയും നമ്പർ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ OSI ലെയറിൽ ഇപ്പൊ ലെയർ 3 എന്ന് പറയുന്നത് റൂട്ടർ വരുന്ന ലെയർ ആണ്. അപ്പോൾ ലെയർ 3 IP അഡ്രസ് ഉപയോഗിച്ച് ഡെസ്റ്റിനേഷൻ ഡിവൈസിനെ കണ്ടെത്തും. ലെയർ 3 കാരണം ലെയർ 3യിലാണ് IP അഡ്രസ് വരുന്നത്. ലെയർ 2ൽ മാക് അഡ്രസ് സ്വിച്ചാ വരിക, ലെയർ 3യിലാണ് റൂട്ടർ വരിക അല്ലേ. ഞാൻ OSI ലെയറിന്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ലെയർ 3 IP അഡ്രസ് ഉപയോഗിച്ച് ഡെസ്റ്റിനേഷൻ ഡിവൈസിനെ കണ്ടെത്തുമ്പോൾ ലെയർ 4 എന്ത് ചെയ്യും, പോർട്ട് നമ്പർ ഉപയോഗിച്ച് ആ ഡിവൈസിലെ ശരിയായിട്ടുള്ള അപ്ലിക്കേഷനോ അല്ലെങ്കിൽ സർവീസിനെയോ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ സർവീസുകൾക്കും ഓരോ പോർട്ട് നമ്പർ ഉണ്ടാകും. സോഴ്സ് ഒരു റാൻഡം ആയിട്ടുള്ള പോർട്ട് നമ്പർ എടുക്കും. ഡെസ്റ്റിനേഷനിൽ ഏത് സർവീസാണ് ഉപയോഗിക്കുന്നത് അവർക്കൊരു പെർമനന്റ് ആയിട്ട് ഒരു വെൽ നോൺ പോർട്ട് നമ്പർ ഉണ്ടായിരിക്കും ഓരോ സർവീസുകൾക്കും. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എൻ്റെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ മെയിൽ ഐ ഡി വഴി എന്നെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു 3 വേ ഹാൻഡ് ഷേക്ക് എന്താണ് എന്ന് കൂടി പറയാം. അതുകൂടി കഴിഞ്ഞാൽ ഈ ഒരു TCP UDP എന്ന് പറയുന്നതിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റ് ആ ഒരു ടോപ്പിക് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോയത്. അപ്പോൾ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം.